നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഒരു ഫിഗർ വരയ്ക്കാം. അപ്പം സർക്കിള്, അതിലേക്കൊരു ടാൻജന്റ്, അത് തന്നെ എന്താണ് ഒരു സീക്കൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സർക്കിളിന്റെ സെന്റർ ഓ, പോയിന്റ് ടി എവിടെ വരും? പോയിന്റ് ടി ഇതാണ്, പോയിന്റ് പി ഇവിടെ ആയിരിക്കും. ഡി അല്ലാട്ടോ, പി ആട്ടോ. സീക്കൻഡിന്റെ പേരെന്താണ്? ടി ക്യു ആർ ആണ്. ഇനി എന്താണ് പി ആറും പി ക്യൂം കൂടെ ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ആക്കിയെന്നാണ് പറഞ്ഞത്. പി ആറും പി ക്യൂം കൂടെ ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ആക്കി. അപ്പം ട്രയാങ്കിൾ പി ക്യു ആർ ഫോമായി. ഈ പി ടി ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നേക്കുന്നത്? 27 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പി ടി ക്യൂ 27 ഡിഗ്രി. പിന്നെന്താ തന്നേക്കുന്നത്? ടി ഇ ക്യൂ, ടി ഇ ക്യൂ ഇതല്ലേ, ഈ ആംഗിൾ തന്നിട്ടുണ്ട്. എത്ര? 55 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് മെഷർമെന്റ് ഓഫ് ആർ ഒ ക്യൂ? ആർ ഒ ക്യൂ അതാണ് നമ്മോട് ചോദിച്ചേക്കുന്നല്ലേ. ആർ ഒ ക്യൂ മെഷർമെന്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഒരു തിയറം അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം. നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് ചെയ്ത പ്ലേലിസ്റ്റിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞിട്ട് പോകാം. സർക്കിൾ വരച്ചു, എന്താണ് ടാൻജന്റ് വരച്ചു. അതിനകത്ത് നമ്മൾ എന്താണ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ടാൻജന്റ് മാർക്ക് ചെയ്തു. ഇനി ആൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം എന്താണ് പറയുന്നത്? അതായത് ഈ ആർ പി ടി എന്ന് പറഞ്ഞ ഈ ആംഗിളും ഈ ആർ ക്യൂ പി എന്ന് പറഞ്ഞ ഈ ആംഗിളും എന്താണ് സെയിം ആണെന്നാണ് പറയുന്നത്. അതായത് ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. ഇനി അത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിനകത്ത് ചെറിയ ചെറിയ ട്രയാങ്കിൾ ഫോം ആക്കണം. സെൻറ്ററിലേക്ക് ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് സെൻറ്ററിലേക്ക് ഇങ്ങനെ വരച്ചു, സെൻറ്ററിലേക്ക് ഇങ്ങനെ വരച്ചു, നമുക്കറിയാം. അതായത് ടാൻജന്റിലേക്ക് പെർപെൻഡിക്കുലർ വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇത് 90 ഡിഗ്രിയാണ്. പിന്നെ അതായത് ഇത് തീറ്റ എന്ന് പറയാം. അപ്പം ഇത്രയും ഭാഗം വരുന്നത് എന്താണ്? 90 മൈനസ് തീറ്റയാണ്. അതുപോലെ ഈ ട്രയാങ്കിൾ, അതായത് പി ഒ ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിളാണ്. കാരണം ഒ പി ഈക്വൽ ടു ഒ ആർ ആണ്. ഇത് ഈക്വലാണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ സ്വാഭാവികമാണ് എന്താണ്? ഈ രണ്ട് ആംഗിൾ ഈക്വലാണ്. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ തന്നെ ആയിരിക്കും. സിൻസ് ട്രയാങ്കിളിൻ്റെ അകത്തെ സമ്മ 180 ആയതുകൊണ്ട് എന്താണ് ഇതെന്ന് പറയുന്നത്? അതായത് പി ഒ ആർ എന്ന് പറയുന്നത് എന്താണ്? 2 തീറ്റ ആയിരിക്കും. അപ്പം സെൻറ്ററിൽ ആംഗിൾ 2 തീറ്റ ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്താണ്? അതിൻ്റെ നേർപ്പകുതി തീറ്റയാണ്. അങ്ങനെയാണ് ആൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറത്തിൻ്റെ പ്രൂഫ് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഈ കോൺസെപ്റ്റാണ് നമ്മൾ ഈ മോഡിൽ കണ്ട ക്വസ്റ്റ്യൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം വെച്ച് എന്താണ് ക്യൂ ടി പി ആർ പി ടി എന്ന് പറയുന്ന 55 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അത് തന്നിട്ടുള്ളതുകൊണ്ട് എന്താണ് പി ആർ ക്യൂ എന്ന് പറയുന്നത് എന്താണ് 55 ഡിഗ്രി തന്നെയായിരിക്കും. നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കുന്ന എന്താണ്? ആർ പി ക്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താണ് ആർ ഒ പി കണ്ടുപിടിക്കാൻ പറ്റും. ആർ പി ക്യൂവിൻ്റെ ഇരട്ടിയാണ് എന്താണ് ആർ ഒ ക്യൂ എന്ന് പറയും. അപ്പം ആർ പി ക്യൂ കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ആർ പി ക്യൂ കിട്ടാൻ നമുക്ക് ആർ പി ടി കണ്ടുപിടിക്കാം. ആർ പി ടി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ് ഒരു ട്രയാങ്കിളിൻ്റെ
ഫുൾ ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ഫുള്ള് ആംഗിളുകളുടെ സംബന്ധം എന്ന് പറയുന്നത് 150. ഇവിടെ 55 തന്നിട്ടുണ്ട്, 27 തന്നിട്ടുണ്ട്. അപ്പോൾ 55 27 കൂടെ കൂട്ടും എത്രയാണ്? 7 5 12 1 82 കിട്ടും. കിട്ടിയ 82 180 മൈനസ് ചെയ്തോളാം. എന്താ കിട്ടുന്നത്? അത് 98 കിട്ടും. അപ്പം ഇതെന്താണ്? ഈ ഇത്രയാണ് 98. അതിനകത്ത് പിന്നെ എന്താണ് 55 കുറയ്ക്കണം. ഏതാണ്? നമുക്ക് ഇത്രയും ഭാഗം മാത്രം ഫുള്ളാണ് എത്ര? 98. അപ്പം 98 55 കുറച്ചാൽ നമുക്കിവിടെ എന്താണ് 43 കിട്ടും. ഇത് 43. ഇത് 43 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്തോളുക. 86 ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ 86 കിട്ടും. ഇവിടെ എന്താണ് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്ത്? ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് തിയറം. അപ്പം ഇത് പഠിച്ചു വെച്ചോളാം. അപ്പം ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എന്താണ് അതിന് പുറമെ കിട്ടി പോന്നു. വലിയ പാടുള്ള സംഭവമല്ല, ബേസിക് കോൺസെപ്റ്റുള്ളൂ. പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ട സംഭവം. ആ സംഭവം അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ക്വസ്റ്റ്യൻ മുന്നോട്ട് ചെയ്ത് പോകാൻ പറ്റൂ. എന്താണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോട് പറഞ്ഞേക്കുന്നത് 2 സർക്കിൾ റേഡിയസ് 15 സെൻറ്റിമീറ്ററും 18 സെൻറ്റിമീറ്ററും ടച്ച് ഈച്ച് അതറാണ്. നമ്മളോട് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ കോമൺ ടു ബോത്ത് സർക്കിൾസ്. കോമൺ ടു ബോത്ത് സർക്കിൾ സ്ട്രെയിറ്റ് ലൈൻ വരുമ്പം എന്താണ്? ഒരു കോമൺ ടാൻജൻ്റ് ആണ്. ഇങ്ങനെ വരും. ഇങ്ങനെ ഈ കോമൺ ടാൻജന്റിന്റെ നീളം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. സംഭവം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയൊരു 2 പോയിന്റിനും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പിയോയുടെ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് 2ന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 15 സെൻറ്റിമീറ്ററും 18 സെൻറ്റിമീറ്ററും. പതിനഞ്ചും 18. ഇതിനെന്താണ്? ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ √2r1 r2 ആണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √2 15 × 18. 18 എന്താ 9 × 2 എന്ന് എഴുതാം. എന്നിട്ട് 9 എടുത്ത് പുറത്തേക്ക് എഴുതാം. അപ്പോൾ എന്താണ് 6√15 × 2 ആവും. അപ്പോൾ എന്താണ് 6√30 ആണ് ആൻസർ. √30. അപ്പോൾ എന്താണ് √2r1 r2 അടിച്ചുകൂടാ. 2 സർക്കിള് കോമൺ ടാൻജന്റ് ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ √2r1 r2. ഈ സംഭവം എന്താണ്? നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞു പോയപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നു, വിട്ടുപോയതാണത്. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ടച്ച് എക്സ്റ്റേണലി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താ എക്സ്റ്റേണലി? എന്താണ്? 2 സർക്കിള് ഇങ്ങനെ ടച്ച് ചെയ്യുന്നതാണ് എക്സ്റ്റേണലി എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മളോട് പറയുക 2 സർക്കിൾസ് ടച്ച് ഇന്റേണലി എന്ന് പറയുവാണെങ്കിൽ അതെങ്ങനെ വരുന്നത്? ഇങ്ങനെയാണ് അത് വരുന്നത്. അതായത് ഇങ്ങനെയാണ് അത് വരുന്നത്. ഇതെന്താണ്? ഇത് ഇന്റേണലി, ഇത് എക്സ്റ്റേണലി. ഇവിടെ ഇന്റേണലിയുടെ കേസിൽ മാത്രമേ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ സംഭവം 2 ഇക്വേഷനും കൂടെ ഉണ്ട്. അപ്പുറത്തെ കോൺസെപ്റ്റിൻ്റെ അവിടെ പറയാത്തതുകൊണ്ട് നമുക്ക് എന്താണ് അത് ജസ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഈ ടാൻജന്റിൻ്റെ, അതായത് ഇവിടെ ഈ ടാൻജന്റിൻ്റെ ദൂരം, ഡിസ്റ്റൻസ് ഓഫ് ദിസ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 × റേഡിയസിൻ്റെ r1 × r2. അതായത് ഇത് r1ഉം ഇത് r2. എന്തായിരിക്കണം കണ്ടീഷൻസ്? സർക്കിള് ടച്ച് എക്സ്റ്റേണലി ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കോമൺ ടാൻജൻറ്റിൻ്റെ ദൂരം കാണാൻ √2r1 2√r1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന എന്താണ് ഡയറക്റ്റ് ടാൻജൻ്റാണ്. പക്ഷെ എന്താണ് ഇത് സർക്കിൾ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഏതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ √b² -r1 -r2² ആണ്. r1 r2 എന്താണ് റേഡിയസ് ആണ്. നമുക്ക് എന്താണ് ഈ d² എന്നാണ് പറയാം. d² എന്ന് പറഞ്ഞാൽ സെൻറ്ററുകൾ തമ്മിലുള്ള ദൂരം എന്താണ് അത് ക്വസ്റ്റ്യൻ തരും. ചിലപ്പം കോമൺ ടാൻജൻറ്റിൻ്റെ ദൂരം കണ്ടിട്ട് സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയി ചിലപ്പോൾ ചോദിക്കുന്നത് അറിയില്ല എങ്ങനെയാണ്. അപ്പം കോമൺ ടാൻജൻറ്റിൻ്റെ ദൂരം കാണാം d² -r1 -r2 എന്താണ് ഈ ഡയറക്റ്റ് കണ്ടീഷനിൽ ഇതാണ് ഫോർമുല. അടുത്ത കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇതിന് പറയുന്നത് ട്രാൻസ്വേഴ്സ് എന്നാണ്. എന്താണ് ഇവിടെ ഈ ഇക്വേഷൻ തന്നെയാണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതായത് എന്താണ് d² -r1 +r2². ഇവിടെ എന്താണ് ഓർത്തിരിക്കാൻ ഇതൊരു പ്ലസ് പോലെ ഓർത്താൽ മതി. ഇപ്പം ഇങ്ങനൊരു ടാൻജൻറ്റ് തിരിച്ചും വരുമല്ലോ. ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരുമല്ലോ. അപ്പോൾ ഇതെന്താണ് ഒരു പ്ലസ് ആകുന്നതല്ല. ആ പ്ലസ് ആണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് രണ്ടിടത്തും മൈനസാണ് ഓർത്തിരിക്കാൻ വേണം. അപ്പം ആ ഇക്വേഷൻ രണ്ടും പഠിച്ചു വെച്ചോളുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് എടുത്തു വെച്ച് ഉപയോഗിക്കാം. ഒന്നിത് മറ്റേത് ഇത് പിന്നെയുള്ളത് 2r1 r2. ഇതപ്പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കോൺസെപ്റ്റിൻ്റെ ഇവിടെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൂടെ ഇത് ജസ്റ്റ് ഈ 3 ഇക്വേഷൻ എന്ന് പറയാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ABC is a right angle at B, D is a midpoint on AC എന്നാണ്. അപ്പോൾ ഫിഗർ അങ്ങ് വരച്ചു. ഇപ്പം ട്രയാങ്കിൾ ABC വരയ്ക്കുന്നു. റൈറ്റ് ആംഗിൾ അറ്റ് ബി എന്ന് പറഞ്ഞേക്കുന്നു. ഇവിടെ സിയിലും വേറെന്താ പറഞ്ഞിരിക്കുന്നത് D is a point on AC എന്ന് പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് എന്താണ് ഇത് തെറ്റാട്ടോ, ഇത്രയും ഭാഗമില്ല. സച്ച് കഴിഞ്ഞ ദാറ്റേ ഉള്ളൂ. 10 12 എന്നിട്ടുണ്ട്. AD തന്നേക്കുന്ന 12 സെന്റിമീറ്റർ ഉണ്ട്. CD തന്നേക്കുന്ന എന്താണ് 16 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത് BD എന്ന് പറയുന്നത് ABCയുടെ ബൈസെക്ടർ എന്നാണ് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരുന്നത് ABCയുടെ പെരിമീറ്റർ ചോദിച്ചിരിക്കുന്നത്. ട്രയാങ്കിൾ ABC ആണോ? ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ റൈറ്റ് ആംഗിൾ ആൾട്ടിറ്റ്യൂഡ് തിയറം നമ്മുടെ കോൺസെപ്റ്റിൻ്റെ അവിടെ പറഞ്ഞായിരുന്നു. എന്താണ് അതായത് AB² എന്ന് പറയുന്നത് എന്താണ് AB² എന്ന് പറയുന്നത് AD ഇൻറ്റു AC ആണ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ BC² എന്താണ് BC² എന്താണ് DC ഇൻറ്റു CA ആണ് പഠിച്ചിട്ടുണ്ട്. എന്താണ് AC കണ്ടുപിടിക്കാനാണ് ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് എടുത്തിട്ടാണ്. അപ്പം എന്താ ഈ AB കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ എഴുതുന്നത് √12 ഇൻറ്റു 12 16 കൂട്ടിൽ 28 വരും. എത്ര √336 എന്ന് വരും. അതുപോലെ അടുത്ത സൈഡ് എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത് അതുപോലെ തന്നെ √16 ഇൻറ്റു 28 എന്ന് വരും. എത്രയാണ് √448 എന്ന് വരും. നമ്മൾ കംപ്ലീറ്റ് റൂട്ട് എടുക്കാൻ പോകേണ്ട കാര്യമില്ല. ഇവിടെ 18ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 324 അപ്രോക്സിമേറ്റ്ലി 10 വരും. 18 പോയിന്റ് എത്ര വരും 18. ഇവിടെ 21ൻ്റെ സ്ക്വയർ എത്രയാണ് 441. 21ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441.
നമുക്ക് 21 എന്താ വരും. അപ്പം 21 പ്ലസ് 18 പ്ലസ് 28 കൂട്ടുമ്പോൾ എന്താവില്ല 67 വരും. 67 പോയിന്റ് സംതിങ് വരും. നമുക്ക് 60 ഇവിടെ ഈ ഓപ്ഷനിൽ ചെറിയൊരു തെറ്റുണ്ടായി. അതായത് 68.2 67.2 അതാണ് ഉത്തരം വരുന്നത്. അപ്പോൾ 67.2 ആണ് ആൻസർ. ഇവിടെ എത്താൻ ഈ സാധനം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് ഇത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. എന്താണ് ABC. B is a midpoint on BC. അതായത് AB ഇൻറ്റു BC എന്ന് പറയുന്നു, AC ഇൻറ്റു BD എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറയുന്നത്. BADയുടെ ഫുൾ ഫോം, BADയുടെ എത്ര തന്നേക്കുന്നത് ആംഗിൾ ആൽഫ എന്ന് തന്നിട്ടുണ്ട്, CADയുടെ ബീറ്റ എന്ന് തന്നിട്ടുണ്ട്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. ഇവിടെ എന്താണ് നമുക്ക് തന്നേക്കുന്നുണ്ട് AB ഇൻറ്റു BC എന്ന് പറയുന്നത് ഈക്വൽ ടു AC ഇൻറ്റു BD ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ CD BD എന്താണ് സെയിം ആണ്. അപ്പം CDക്ക് പകരം എന്താണ് BD ഇട്ട് കൊടുക്കുക. AB ഇൻറ്റു BD ഈസ് ഈക്വൽ ടു AC ഇൻറ്റു BD വരും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാം. AB ബൈ AC എന്ന് പറയുന്നത് എന്താണ് BD ആട്ടോ. BD ബൈ BD വരും എന്താണ് 1 വരും. AB ബൈ AC എന്ന് പറയുന്നത് 1 ആണ്. അപ്പം എന്താണ് AB ഈസ് ഈക്വൽ ടു AC വരും. AB AC ഈക്വലും ആണ്. BC എന്ന് പറയുന്ന മിഡ് പോയിന്റ് D ആണെങ്കിൽ എന്തേ വരത്തുള്ളൂ, ഓപ്ഷൻ A AB ഈസ് ഈക്വൽ ടു AC വരത്തുള്ളൂ. ഇനി ഇതിൻ്റെ പുറകെ വരുന്ന തിയറം ഏതാണ്? നമ്മൾ കോൺസെപ്റ്റിനെ അവിടെ പറഞ്ഞു എന്താണ് ഇൻറ്റീരിയർ ആംഗിൾ ബൈസെക്ടർ തിയറം. ഇവിടെ ഇൻറ്റീരിയർ ആംഗിൾ ബൈസെക്ടർ തിയറം എന്താണ് പറയുന്നത്? അതായത് AC ബൈ AB ഈസ് ഈക്വൽ ടു CD ബൈ CB അല്ല കേട്ടോ, CD ബൈ BC ആണെങ്കിൽ എന്താണ് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. തിരിച്ചു പറയാം, ഈ രണ്ട് ആംഗിളും തന്നിട്ടുണ്ട്, അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്താണ് CD ബൈ BB ഈക്വൽ ആയിരിക്കും. അതായത് B എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പം അതാണ് ഇൻറ്റീരിയർ ആംഗിൾ ബൈസെക്ടർ തിയറം. എന്താണ് നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് ട്രയാങ്കിൾ ABC ഉണ്ട്, ABC D പാരലൽ ടു PC എന്ന് പറഞ്ഞിട്ടുണ്ട്. D 5AE എന്ന് പറയുന്നത് 3EC ആണ്. അപ്പം 5AE എന്ന് പറയുന്നത് 3EC ആണ്. എന്നിട്ട് ABയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്ര 6.4 എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ വാല്യൂ ഓഫ് DB, ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഭയങ്കര സിമ്പിളാണ് ചെയ്യുന്നത്. അതായത് 8 യൂണിറ്റിൻ്റെ വാല്യൂ എന്താണ് 6.4 ആണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് 3 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയെന്നാണ്. ഇവിടെ അതായത് D പാരലൽ ടു BC ആയതുകൊണ്ട് എന്താണ് ഈ റേഷ്യോയിൽ തന്നെ ആയിരിക്കും എന്താണ് ഈ 6.4നെ കട്ട് ചെയ്യുന്നത്. ഇവിടെ 8 ഇൻറ്റു എന്താണ് ഇവിടെ 0.8 ചെയ്യുമ്പോഴാണ് എന്താ 6.4 വരും. അപ്പോൾ 3 ഇൻറ്റു 0.8 ചെയ്തോളാം 24 2.4 ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ. അയ്യോ നമുക്ക് ഇവിടെ ചെറിയൊരു തെറ്റ് പറ്റി, നമുക്ക് എടുത്തത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, നമ്മളോട് പറഞ്ഞേക്കുന്നത് 5
എ എന്ന് പറയുന്നത് ഈക്വൽ ടു 3EC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം A/BC എന്ന് പറയുന്നത് എത്ര വരും? എന്താണ് ഈ 5 എന്നുള്ളത് ഇപ്പുറത്തോട്ട് പോകും. അപ്പം 3/5 ആവും. ഇനി ഇവിടെ ഈ ഫിഗറിലോട്ടൊന്ന് നോക്കിയേ, നമ്മൾ എടുത്തത് മാറിപ്പോയി നോക്കിയേ. A എന്ന് പറയുന്നതാണ് 3, അതുപോലെ EC എന്ന് പറയുന്നതാണ് 5. അപ്പം തിരിച്ചിടുക. A എന്ന് പറയുന്ന 3, അതുപോലെ EC എന്ന് പറയുന്ന 5. അപ്പം ഇനി നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. അതായത് 8ൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് എന്ത് 6.4 എന്നുള്ളത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്രയാണ്? 5ൻ്റെ വാല്യൂ ആണ്. അപ്പം 8 × 0.8 ചെയ്തപ്പോഴാണ് 6.4 കിട്ടിയത്. താഴെ എന്താണ് × 0.8 തന്നെ ചെയ്യുക. അപ്പം 8×5 40 4 കിട്ടും. ആൻസർ D ആണ് ഉത്തരം. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ട്രയാങ്കിൾ ABC കഥയാണ് പറയുന്നത്. ട്രയാങ്കിൾ ABC, പിന്നെ എന്താണ് AB പാരലൽ ടു BC എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സൈഡ് BC ആണെങ്കിൽ AB പാരലൽ ടു BC. അയ്യോ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അതായത് D ആൻഡ് E ആർ പോയിന്റ്സ് ആണ് AB ആൻഡ് BC എന്ന് പറയുന്നത്. ABC ഇവിടെ D വരും, BCക്ക് ഉള്ളത് E വരും. ഇനി എന്താണ് DE പാരലൽ ടു AC എന്ന് പറഞ്ഞിരിക്കുന്നത്. BDയും ADയും 2:5 ആണ് പറയുന്നത്. അപ്പം BD 2 AC അല്ല BD 2 AD 5 എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിൾ BDയുടെ ഏരിയ എന്ന് പറയുന്നത് K% ലെസ് ദാൻ ദ ക്വാഡ്രിലേറ്ററൽ ഓഫ് ACD ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് K ആയിട്ട് വെച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞു പോയപ്പം പറഞ്ഞായിരുന്നു. അതായത് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയേഴ്സ് ആണ് എന്ത് ഏരിയയുടെ റേഷ്യോ ആണ്. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ DEB ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD. അതായത് ചെറിയ ട്രയാങ്കിളുടെ ഏരിയ വലിയ ട്രയാങ്കിളുടെ ഏരിയ കാണാൻ ചെയ്യണ്ടേ. ചെറിയ ട്രയാങ്കിളുടെ സൈഡ്സിൻ്റെ സ്ക്വയർ ബൈ വലിയ ട്രയാങ്കിളുടെ സൈഡിൻ്റെ സ്ക്വയർ. അപ്പം 5ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 7 വരും. 7 സ്ക്വയർ. അപ്പം 4/49 വരും. ഇതെന്താണ് ഇപ്പം നമുക്ക് കിട്ടിയത്? ഇതെന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിലെ ഏരിയയുടെ റേഷ്യോ ആണ്. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നുണ്ട്. അതായത് ഈ ക്വാഡ്രിലേറ്ററിനല്ലേ, അതായത് ADEC എന്ന് പറയുന്നത് ഈ ക്വാഡ്രിലേറ്ററിൽ, അതായത് ADEC ക്വാഡ്രിലേറ്ററിൽ ഈ DB എന്ന് പറയുന്ന ട്രയാങ്കിളിനെ അപേക്ഷിച്ച് എന്തുമാത്രം ചെറുതാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം നമുക്ക് എന്താണ് ADEC എന്ന് പറഞ്ഞ ഈ ക്വാഡ്രിലേറ്ററിലെ ഏരിയ വേണം. അത് ഏരിയ വേണമെങ്കിൽ എന്താ വേണ്ട? അതായത് ഈ ABC എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിളുടെ ഏരിയ നമുക്കറിയാം. DB എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളുടെ ഏരിയ അറിയാം. അതായത് ഇനിയിപ്പോൾ ഇത് കിട്ടണമെങ്കിൽ എന്താ ഇതിനകത്തുനിന്ന് ഇത്രയും ഭാഗം ഏരിയ കുറച്ചാൽ പോലെ. ഇത്രയും ഭാഗം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ കിട്ടും. മൊത്തം 49 അറിയാം. അതിനകത്തുനിന്ന് 4 കുറച്ച് എത്രയാണ്? 55 കിട്ടും. ഈ 45 എന്താണ് ഈ ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയയാണ്. ചെറിയ ട്രയാങ്കിളുടെ ഏരിയ എത്രയാണ്? 4 നമുക്കറിയാം. ചെറിയ ട്രയാങ്കിളുടെ ഏരിയ 4 എന്നറിയാം. ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ 45 എന്ന് പറയാം. അപ്പോൾ ഇത് തമ്മിൽ എത്ര ശതമാനം വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 41 ഡിഫറൻസ്. എത്ര കിലോ? 45 × 100 കിലോ. അതിൻ്റെ കാരണം 20 കൊണ്ട് 5 കൊണ്ട് വെട്ടുക. അപ്പോൾ ഇവിടെ 20 വരും, 9 വരും. എന്താണ് ഇവിടെ 820/9 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 91 പോയിന്റ് വരും. 91 പോയിന്റ് ഏതാണ്? ഓപ്ഷണല്ലേ. 91.1 അതാണ് ഉത്തരം, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് രണ്ട് ട്രയാങ്കിളിലെ ഏരിയസ് തന്നിട്ടുണ്ട്. എന്താ 259 സെൻറ്റിമീറ്ററും 250
സെൻറ്റിമീറ്റർ സ്ക്വയറും 576 സെൻറ്റിമീറ്റർ സ്ക്വയറും. അങ്ങനെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, പി ആർ എന്ന് പറഞ്ഞ സൈഡ് തന്നിട്ടുണ്ട്. അടുത്ത ട്രയാങ്കിളിലെ അതായത് എ ബി സിയുടെ എ സി എന്ന് പറഞ്ഞ സൈഡ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് 289 തന്നിട്ടുണ്ട്, 576 തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഏരിയ ആണ്. നമുക്ക് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ് വെച്ച് കിട്ടും. എന്താണ് 17ൻ്റെ സ്ക്വയറാണ് 259. ഇത് 576 എന്ന് പറയുന്നതാണ് 24ൻ്റെ സ്ക്വയറാണ്. അപ്പം 20 എന്നുള്ള ഏത് ട്രയാങ്കിളുടെയാണ്? അതായത് 576 വരുന്ന ഏത് ട്രയാങ്കിളുടെ? പി ക്യു ആറിൻ്റെയാണ്. ഇത് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ. ഇത് ട്രയാങ്കിൾ എ പി സിയുടെ പി ക്യു ആറിൻ്റെ ഒരു സൈഡ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താണ്? പി ആർ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 12 സെൻറ്റിമീറ്റർ ആണെന്നായിരുന്നു. അതായത് ഇത് ഡിവൈഡ് ബൈ 2. അപ്പം എന്താ ചെയ്യുക? ഇതും സെയിം അത് ഇവിടെയും കൊണ്ട് ചെയ്യാം. ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്താ കിട്ടുന്നത്? ഇവിടെ ഡിവൈഡ് ബൈ 2 ചെയ്യുന്നതാണ് ഇവിടെയും ചെയ്തത്. 8.5 എന്താണ് ഓപ്ഷൻ ബി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം ഒരു ഫിഗർ വരയ്ക്കാം. സർക്കിളുണ്ട്, വരയ്ക്കാം. സർക്കിളുണ്ട് വിത്ത് സെൻറ്ററോ എ ബി എന്ന് പറയുന്നൊരു കോഡ്. സെൻറ്റർ ഓ എ ബി. ഇനി എന്താ പറഞ്ഞത്? ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അതും ഈ ഇതില്ലേ മേജർ ആർക്കിൽ ഇതെന്താണ്? ഇത് മൈനർ ആർക്ക്, ഇത് മേജർ ആർക്ക്. അപ്പോൾ മേജർ ആർക്കിൽ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഓയിലൂടെ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഔട്ട് സൈഡ് സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്താണ്? പോയിന്റ് സി. എന്നിട്ടെന്താ? ബി സി കൊണ്ടങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നേക്കുന്നുണ്ട് ബി സി ഈക്വൽ ടു ഒ ഡി തന്നിട്ടുണ്ട്. ബി സി ഈക്വൽ ടു ഒ ഡി. സെൻറ്റർ ഓ. ഇനി എന്താ ഇവിടെ ബി സി ഒ എന്ന് പറഞ്ഞാൽ ഇത് എത്രയാ? 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ആംഗിളാണ്. എ ഒ ഡി എന്ന് പറഞ്ഞ ആംഗിളാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ആംഗിളാണ്, എ ഒ ഡി. ഇത്രയാണ്. ഇനി ഇവിടെ കുറേ സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? തന്നേക്കുന്നത് ബി സി എന്നുള്ളത് ഒ ഡിക്ക് ഈക്വലാണ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഒ ഡി എന്നുള്ളത് എന്തുണ്ട്? ഒ എക്ക് ഈക്വലാണ്. കാരണം 2 റേഡിയസാണ്. ഒ എ എന്നുള്ളത് എന്താണ്? ഒ ബിക്ക് ഈക്വലാണ്. അതും റേഡിയസാണ്. ഇതെല്ലാം എന്താണ്? തമ്മിൽ ഈക്വലാണ്. ഇവിടെ ബി സി ഒ ബി ഈക്വൽ ആയതുകൊണ്ട് എന്താണ്? ബി ഒ സി എന്ന് പറയുന്നത് ഈ ആംഗിൾ എന്താണ്? 30 ഡിഗ്രി തന്നെ എടുക്കുന്നത്. കാരണം എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതിന് 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പം ആംഗിൾ ബി ഒ സി കിട്ടിയോടെ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ ഒ ബി എ കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ ഒ ബി എ അതെങ്ങനെയാണ്? അതിൻ്റെ ഇത് വരുന്നു 60 വരുന്നു. കാരണം എന്താ? ഒരു ട്രയാങ്കിളിലെ ഇന്റീരിയർ ആയിട്ട് കിടക്കുന്ന 2 ആംഗിളുടെ സമ്മാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന എക്സ്റ്റീരിയർ ആയിട്ട് കിടക്കുന്ന ആംഗിളുടെ സം. അത് ട്രയാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സമ്മല്ല, ഒരു ട്രയാങ്കിളുടെ ഇന്റീരിയർ ആയിട്ട് കിടക്കുന്ന 2 ആംഗിളാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട് കിടക്കുന്ന ആംഗിൾ. അത് 60 വരും. 30 കൂടെ കൂട്ടുന്നു, ഇവിടെ 60 വരും. അതായത് ഇങ്ങനെ ഒരു ഫിഗർ വരുന്ന സംഭവമാണ് ഇത്. ആൽഫ ബീറ്റ. ഈ ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുമ്പോഴാണ് എന്താ ഈ ആംഗിൾ വരുന്നത്.
ഇതിന് പറയുന്ന പേരെന്താണ്? എക്സ്റ്റേണൽ ആംഗിൾ തിയറം എന്നാണ്. ഇത് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയിലുള്ളതാണ്. ഇവിടെ ഒ ബി ഈക്വൽ ടു ഒ എ ആയതുകൊണ്ട് എന്താണ് ഒ എ ബി, ഈ ആംഗിൾ എന്താണ്? ഇതും 60 ഡിഗ്രി തന്നെയാണ് എടുത്തുള്ളൂ. കാരണം രണ്ട് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ ഐസോസെൽസ് ആണ്, അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വലായിട്ട് വരും. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ 60 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് മൂന്നാമത്തെ ആംഗിൾ 60 എടുത്തുള്ളൂ. ഇത് ബി ഒ എ എന്ന് പറയുന്ന ആംഗിൾ എന്താണ് 60 എടുത്തുള്ളൂ. ഇനി എന്താണ് ബി സി ആയിട്ട് ബി ഒ എ എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ് എ ഒ ബി അറിയാം, ബി ഒ സി അറിയാം. അതുകൊണ്ടാണ് അത് രണ്ടും കൂടെ കൊടുക്കുമ്പോൾ 90 വരും. 180 90 മൈനസ് ചെയ്യുക, ബാക്കി എന്താണ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രി ഓപ്ഷൻ ബി വരും.